അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ രാവിലെയാണ് രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് ഓർത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ ഓണം എത്തിയിട്ട് ഇവിടെ ഓണത്തെ വരവേൽക്കാനായിട്ട് തുമ്പക്കുടവും മുക്കൂറ്റിയും ഒക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ നിൽക്കോട് തുമ്പക്കുടം ഒക്കെ ഉണ്ടാവും. ഓണം കഴിയുമ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വാടിക്കഴിഞ്ഞ് പോകാനായിരിക്കും മിക്കവാറും ചാൻസ് ഉണ്ടാവാറുള്ളത്. ആ സമയമാകുമ്പോൾ ഒരു തുള്ളി പോലും പൂവ് കിട്ടാറില്ല. ഇപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, മുക്കൂറ്റിയും തുമ്പക്കുടവും പിന്നെ അതിങ്ങനെ ചെടികളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് മഴയും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷേ മുറ്റത്ത് നിന്ന് കുറച്ച് നേരമൊക്കെ നടക്കാമെന്ന് ഓർത്താണ്, പക്ഷേ സമ്മതിച്ചില്ല. കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് ഒരു രക്ഷയില്ല. നല്ല കൊതുകിൻ്റെ കടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിവതും മുറ്റത്തൊക്കെ പുറത്തേക്ക് നടക്കണത് കുറവായിരിക്കും. പിന്നെ പുറത്ത് നല്ല കൊതുകിൻ്റെ ശല്യം, പിന്നെ അതുകൂടാതെ തന്നെ വണ്ടിയുടെ ഇതൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ പുറത്തിരിക്കാറില്ല. കൂടുതൽ അകത്ത് തന്നെ ആയിരിക്കും മിക്കപ്പോഴും ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി ഉച്ചക്കത്തുള്ള എന്തെങ്കിലും കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇസ്റ്റ് വയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചേട്ടന് ഇവിടെ വലിയ കാര്യമുണ്ട്, ഇസ്റ്റ് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല. ഞങ്ങൾക്ക് അച്ചിങ്ങ ഉണ്ടായിരുന്നു, അച്ചിങ്ങ മെഴുക്കുവരട്ടിയായിരുന്നു. എനിക്ക് പിന്നെ ചാറുകറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനും മോളും അച്ചിങ്ങ മെഴുക്കുവരട്ടിയും പപ്പടമൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അവൾ ചാറ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ചാറുകറി കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ഒരു ചാറുകറി ഒഴിച്ച് കൊടുക്കും കഴിക്കാനായിട്ട്. ഞാൻ പിന്നെ ഇവിടെ കൂടുതലും അച്ചിങ്ങ മെഴുക്കുവരട്ടി, പപ്പടം, അച്ചാർ അതിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇവൾക്കിവിടെ എന്താ പറയുക, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ ഭയങ്കര മടിയാണ്. ഭക്ഷണം പൊതുവേ കഴിക്കാൻ തന്നെ അവൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ വറുത്ത ഐറ്റംസ്, അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസൊക്കെയാണ് കൂടുതലും ഇവിടെ ചിലവാകുള്ളൂ. അപ്പോൾ ഞാനത് കഴിവതും ഒഴിവാക്കാൻ നോക്കിയാലും ഇവിടെ എങ്ങനെ വന്നാലും കടയിൽ പോകുമ്പോൾ ആ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ പിന്നെ വറുത്തത് ചോറിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ. ഞങ്ങളിവിടെ വറുത്തത് ചോറിൻ്റെ കൂടെയും പിന്നെ ചായക്കൊക്കെ കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെ വാങ്ങിക്കാതെ കഴിവതും പച്ചയ്ക്ക് ഇങ്ങനെ കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ടാണ് ചോറിന് എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി തന്നെ അത് ഇന്ന് തന്നെ തീരാനുള്ള ചാൻസ് എന്തായാലും ഉണ്ടാവുള്ളൂ. അത് കൂടുതൽ നാളത്തേക്ക് വയ്ക്കൽ ഇവിടെ കുറവാണ്. അപ്പോൾ തന്നെ അത് തിന്ന് തീർത്താലാണ് സമാധാനമാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്ട് ഈസ്റ്റൊക്കെ തയ്യാറാക്കി പിന്നെ അതിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അത് തയ്യാറാക്കി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അങ്ങനെ അച്ചാറുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഇവിടെ കഴിച്ചത്. ഞാനിവിടെ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ മാത്രം 3-4 കറിയൊക്കെ ഉണ്ടാക്കുള്ളൂ. അത് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കെന്താണ് കഴിക്കാൻ പറ്റുന്ന കറി മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അവിയൽ അങ്ങനെ വലിയ ചിലവായിട്ട് ഓടില്ല. പക്ഷേ ഇസ്റ്റു, സാമ്പാർ, പിന്നെ എരിശ്ശേരി അങ്ങനത്തെ കറികളൊക്കെയാണ് കൂടുതലും ഇവിടെ ചിലവാകുന്നത്. അപ്പോൾ അതിന് മാത്രം അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് അങ്ങനെ വെറുതെ കറിയൊക്കെ വെച്ച് അങ്ങനെ കളയനോട് വലിയ താല്പര്യമൊന്നുമില്ല. വേസ്റ്റ് ആക്കണോട് അധികം താല്പര്യമില്ല. നമുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് മാത്രമാണ് ഇവിടെ കൂടുതലും വയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് അത് വേസ്റ്റ് ആക്കേണ്ടിയും വരില്ലല്ലോ. അപ്പോൾ മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാവിലെ ദോശ കഴിച്ചാണ്, ഒരു ദോശ കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ പൊതുവേ മടിയായതുകൊണ്ട് ദോശയൊക്കെ സ്കൂളിൽ ചെന്നാൽ തന്നെ ടീച്ചർമാർ എപ്പോഴും ചീത്തയാണ് ഭക്ഷണം കഴിക്കുന്ന അവളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ അവൾക്ക് എങ്ങനെ വന്നാലും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എന്തൊക്കെ കൊടുത്താലും ചാറുകറി ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഞാൻ പക്ഷേ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അവൾക്കത് ഇതിനോട് താല്പര്യമില്ല. പിന്നെ അച്ചിങ്ങ പിന്നെ ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളോടൊക്കെ കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ല. അതും എല്ലാ പച്ചക്കറിയൊന്നും കൂട്ടൊന്നുമില്ല കേട്ടോ അവൾ. അച്ചിങ്ങ കൂട്ടുകയാണെങ്കിൽ തന്നെ അച്ചിങ്ങ, പിന്നെ പയർ, പരിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ മാത്രമേ കഴിവതും കൂട്ടുന്നത്. പിന്നെ വേറെ പച്ചക്കറികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പിന്നെ നിർബന്ധിച്ച് വാരി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചോറൊക്കെ ഉണ്ണും. തനിയെ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും വാരി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ കഴിക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ വന്നിട്ട് പിന്നെ അടിച്ചു വരാമെന്നൊക്കെ ഓർത്ത് അതിൻ്റെ ഇടയിൽ കടയിലൊക്കെ പോയി അടിച്ചു വരാനുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു വരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാവും. അതിനേക്കാളും കൂടുതൽ മുടിയായിരിക്കും. എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമാണ് അടിച്ചു വരാനായിട്ട്. അതിൻ്റെ ഇടയിൽ വൈകുന്നേരം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് ഇവിടെ ഈ സമയമാകുമ്പോഴൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നേരവും കാലം നോക്കണം. അതുകൊണ്ട് ഉച്ച സമയമാകുമ്പോൾ അധികം വണ്ടിയുടെ തിരക്കുണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിലൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ ഉച്ചയ്ക്കൊക്കെയാണ് പോകാറുള്ളത്. വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പിന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് വേഗം അടിച്ചു വരിട്ടാണ് വിളക്ക് കത്തിക്കാനായിട്ട്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പോൾ അടിച്ചു വരുന്ന ഡ്യൂട്ടിയും പിന്നെ വിളക്ക് കത്തിക്കലും എൻ്റെ ജോലിയാണ്. പിന്നെ നടുക്കഷ്ണമുണ്ട്
രണ്ടാമത്തെ ചേച്ചി. അവൾ അടുക്കളയിൽ കയറി കുക്കിങ്ങും അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യും. പിന്നെ മൂത്ത ചേച്ചിയാണെങ്കിൽ കടയിലേക്ക് പോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അടിച്ചു വരണതും വിളക്ക് കത്തിക്കണമൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ ജോലിക്കൊക്കെ പോയി വരുമ്പോൾ ഞങ്ങൾ എന്തായാലും പണിയൊക്കെ ചെയ്ത് ഒതുക്കി വെക്കണമല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കുറ്റവും കണ്ടുപിടിച്ചുകൊണ്ട് വരും. വൃത്തിയായില്ല, അതായില്ല, ഇതായാലും പറഞ്ഞ് 100 കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും അമ്മ. അതിന് മുന്നേ നീറ്റാക്കിയിട്ട് ചെയ്യണതാണ് എനിക്ക് ഏറ്റവും കഴിവതും വൃത്തിയായിട്ട് എനിക്കിഷ്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.